എത്ര ലോൺ കിട്ടും? ഫുൾ ലോൺ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ തന്നെ ഫുള്ള് സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ 2 വർഷം വാറണ്ടി കൊടുക്കും. മാക്സിമം ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഇതിന് ഫുൾ ലോൺ കിട്ടും. ഓക്കെ. അപ്പോൾ ഫുൾ ലോൺ തപ്പി നടക്കുന്ന ഈ വീഡിയോ ഒരു അവസരമായിരിക്കും അല്ലേ? ഫുൾ ലോൺ കിടക്കുന്ന ഒരുപാട് വാഹനം നമുക്ക് കാണാം. 50,000 രൂപ ഡൗൺ ഉണ്ടെങ്കിൽ ഇറക്കാം. മാക്സിമം ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ നോക്കാം. എന്നാലും ഒരു 50,000 രൂപ മിനിമം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് സുഖമായിട്ട് ഇറക്കാൻ പറ്റില്ല. ഡീസൽ W80 വേരിയന്റ് ആണ്. എത്ര കിലോമീറ്റർ ആണ് വാഹനം? 38,000 ഓടിയിട്ടുള്ളൂ. ഇത് 38,000 ഓടിയിട്ടുള്ളൂ. 2020 വണ്ടി. 2020 മോഡൽ വാഹനം വെറും 38,000 കിലോമീറ്റർ മാത്രം. നമുക്ക് വെറും 2,000 കിലോമീറ്റർ മാത്രം ഓടിയ സെയിം വാഹനം പരിചയപ്പെടാം അല്ലേ? ഇത് ഓപ്ഷൻ ഏതായിരുന്നു? ഇത് LX ആണ്. 2023 LX ആണ്. കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ വാഹനം തപ്പി നടക്കുന്നവർക്ക് നമുക്ക് ഒരു ഈക്കോ കാണിച്ചു കൊടുക്കാം അല്ലേ? ഹലോ ഗൈസ്, മലയാള മീഡിയയിലെ പുത്തൻ എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ എത്തിയിട്ടുള്ള മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സിന്റെ കാർ ആൻഡ് ബൈക്ക് കൊല്ലത്തുള്ള കൊട്ടാരക്കര ഷോറൂമിലാണ് കേട്ടോ. പിന്നെ കാർ ആൻഡ് ബൈക്കിന്റെ പ്രത്യേകത ഞാൻ അധികം പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. കേരളത്തിൽ യൂസ്ഡ് വാഹനങ്ങൾക്ക് 2 വർഷം വാറണ്ടി റോഡ് അസിസ്റ്റും കൊടുക്കുന്ന ഏക ഷോറൂം കാർ ആൻഡ് ബൈക്ക് ആണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റിയ വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ. ഏകദേശം 2 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വില വരുന്ന വാഹനങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. 2013 ശേഷമുള്ള വാഹനങ്ങൾ മാത്രമേ കേട്ടോ ഇവിടെ സ്റ്റോക്ക്. മോഡൽ കൂടിയ വാഹനങ്ങളാണ് അധികം ഫോക്കസ് ചെയ്യുന്നത്. സിംഗിൾ ഓണർ വാഹനങ്ങളുണ്ട്, ലോ കിലോമീറ്റർ വാഹനങ്ങളുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാ വാഹനത്തിന്റെയും മാക്സിമം ഡീറ്റെയിൽസ് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാലും മതി. അപ്പൊ നമുക്ക് നേരെ ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. മഹീന്ദ്ര കാർ ആൻഡ് ബൈക്കിന്റെ കൊട്ടാരക്കര ബ്രാഞ്ചിന്റെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള മിസ്റ്റർ ഉണ്ണിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. മലയാള മീഡിയയിലേക്ക് സ്വാഗതം. ഓക്കെ, എടാ നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ എവിടെ വരുന്നത്? നമുക്കിപ്പം കൊട്ടാര പുലമൺ ജംഗ്ഷനിൽ നിന്ന് തിരുവനന്തപുരം വന്ന റൂട്ട് ഒരു 2 കിലോമീറ്റർ മാറിയാണ് നമ്മുടെ ഷോറൂം വരുന്നത്. ഷോറൂം വരുന്നില്ലേ? അതെ, വരുന്ന റൂട്ടിൽ നമുക്കൊരു SS ഹുണ്ടായുടെ ഷോറൂം ഉണ്ട്. നമ്മുടെ ഷോറൂമിന്റെ ഓപ്പോസിറ്റ് ഒരു എഴുത്തരി ഹോട്ടലും ഉണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ ലാൻഡ് മാർക്ക്. ഓക്കെ, മെസ്സേജ് അയച്ചാൽ ലൊക്കേഷൻ സെൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമ്മുടെ ഷോറൂമിൽ ഇപ്പോൾ ഏകദേശം എത്ര വണ്ടി കറന്റ് അവൈലബിൾ ആണ്? ഏകദേശം ഒരു 35ഓളം വണ്ടികൾ നമുക്ക് അവൈലബിൾ ആണ്. എത്ര പ്രൈസ് മുതലാണ് സ്റ്റാർട്ടിങ്? നമുക്കൊരു 1.5 തൊട്ട് 10 ലക്ഷം വരെ ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങൾ അല്ലേ? അധികം വണ്ടികളുണ്ട്. പിന്നെ നമ്മുടെ പ്രത്യേകത എന്താ വെച്ചാൽ ലോ കിലോമീറ്റർ മോഡൽ കൂടിയ വണ്ടികളായിരിക്കും നമ്മൾ കൂടുതലും കൊടുക്കുന്നത്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയായിരിക്കും. സെക്കൻഡ് ഓൺഷിപ്പിന് മുകളിലുള്ള വണ്ടികൾ നമ്മൾ കൊടുക്കാറില്ല. ലോ കിലോമീറ്റർ ആയിരിക്കും. പിന്നെ വാറന്റിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വരുന്നത്? നമുക്കിപ്പം ഒരു 2 വർഷം വാറന്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. കുറച്ച് മോഡൽ എന്ന് വെച്ചാൽ ഒരു 14-15 ആണെങ്കിൽ നമ്മളൊരു 1 ഇയർ വാറന്റി ആയാലും നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ മാക്സിമം വാറന്റി തന്നെ ആയിരിക്കും വണ്ടികൾ തരാൻ നോക്കുന്നത്. മാക്സിമം വാറന്റിയിൽ ഇപ്പൊ കേരളത്തിൽ 2 വർഷം വാറന്റിയിൽ കൊടുക്കുന്ന ഏക ഷോറൂം മഹീന്ദ്ര കാർ ആൻഡ് ബൈക്കാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വാഹനം എടുക്കുന്നതിനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ വാറണ്ടിയിൽ സുഖമായിട്ട് ധൈര്യമായിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം സ്വന്തമാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകും. ആദ്യമായിട്ട് വെറും 8,000 കിലോമീറ്റർ മാത്രം ഓടിയുള്ള പക്ക ഷോറൂം കണ്ടീഷൻ വാഹനം പരിചയപ്പെടാം അല്ലേ? ഓക്കെ, ഇതിന്റെ മോഡൽ എത്ര വരുന്നത്? ഇത് 2023 മോഡലാണ്. 23 മോഡൽ. അപ്പോൾ ഓണർഷിപ്പ് എന്തായാലും സിംഗിൾ ഓണർ ആയിരിക്കും. ഓണർഷിപ്പ് വണ്ടിയാണ്. കമ്പനി മാരുതിയുടെ വാറന്റി കിടക്കുന്ന വണ്ടിയാണ്. മാരുതിയുടെ വാറന്റി ഉള്ളതാണ്. VXA ഓപ്ഷൻ ആണ്. 8,000 കിലോമീറ്ററിനകത്തെ വണ്ടി ഓടിയിട്ടുള്ളൂ. 8,000 ആയിട്ടില്ല, 8,000 അകത്തെ വണ്ടി ഓടിയിട്ടുള്ളൂ. 8,000 കിലോമീറ്ററിന്റെ ഉള്ളിൽ മാത്രം ഓടിയിട്ടുള്ളൂ. ഓൾറെഡി കമ്പനി വാറന്റിയിൽ കിടക്കുന്ന വാഹനമാണ്. VXA ഓപ്ഷൻ ആണ്. അപ്പൊ എന്തൊക്കെ ഫീച്ചേഴ്സ് വരും വാഹനത്തിൽ? കമ്പനി സ്റ്റീരിയോ, 2 ഡോർ പവർ വിൻഡോ, എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന് ഏകദേശം എത്ര മൈലേജ് കിട്ടും? ഇത് ഏകദേശം നമുക്കൊരു 18-19 കിട്ടുന്ന വണ്ടിയാണ്. 18-19 റേഞ്ച് മൈലേജ് കിട്ടുന്ന വാഹനമാണ്. വെറും 8,000 കിലോമീറ്റർ ഓടില്ല. അതൊക്കെ പ്രോപ്പർ സർവീസ് അല്ലേ? മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പിന്നെ ടയർ നോക്കുകയാണെങ്കിൽ ഒരു 8,000 കിലോമീറ്റർ ഓടി ടയർ. VXA ഓപ്ഷൻ ആണ്. എത്രയാണ് വാഹനത്തിന് നമ്മൾ ആസ്കിംഗ് പ്രൈസ്? 4,95. 4,95,000 രൂപ. എത്ര ലോൺ കിട്ടും? മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫുൾ ലോൺ വേണമെങ്കിൽ കയറ്റി കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വെറും 2,000 കിലോമീറ്റർ മാത്രം ഓടിയ സെയിം വാഹനം പരിചയപ്പെടാം അല്ലേ? ഇത് ഓപ്ഷൻ ഏതായിരുന്നു? ഇത് LX ആണ്. 2023 LX ആണ്. 2,000 കിലോമീറ്റർ വണ്ടി തികഞ്ഞിട്ടില്ല. വെറും 2,000 കിലോമീറ്റർ വണ്ടി തികഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു 2,000 കിലോമീറ്റർ ഓടാത്ത ടയർ നമുക്ക് കാണാം. പിന്നെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ CTR പോലും അയച്ചിട്ടില്ല കേട്ടോ. LXI ആയതുകൊണ്ട് കുറച്ച് ഫീച്ചേഴ്സ് കുറവായിരിക്കും. ഫീച്ചേഴ്സ് കുറവായിട്ടില്ല. 2 ഡോർ പവർ വിൻഡോയും ആൻഡ്രോയിഡും റിവേഴ്സ് ക്യാമറയും ചെയ്തിട്ടുണ്ട്. സ്പോയിലർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കമ്പനി വരുന്നില്ല, പക്ഷെ നമ്മൾ സെപ്പറേറ്റ് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സിൽവർ ബീഡിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വെറും 2,000 കിലോമീറ്ററിനകത്തോടിയ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത പുതിയ വാഹനമാണ് അല്ലേ? 2 ഡോർ പവർ വിൻഡോ സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റ് കവർ പോലും അയച്ചിട്ടില്ല. ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ പക്കാ കണ്ടീഷൻ വാഹനം അല്ലേ? എത്രയാണ് ആസ്കിന്? 4,85. വെറും 4,85,000 രൂപ കൊടുക്കാം.
ലോണ് ഫുൾ ലോൺ കയറ്റിക്കൂടെ? ഇതും പറഞ്ഞ പോലെ തന്നെ നമ്മൾ 100% ലോൺ കൊടുക്കാം. 100% ലോണും ചെയ്യാൻ പറ്റിയ വാഹനമാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് അടുത്തതായിട്ട് ഡീസലില് ഒരു കിടിലം വാഹനം പരിചയപ്പെടാം. XUV 300 അല്ലേ? അതെ. ഓക്കെ, ഡീസലാണ്. ഡീസലാണ്, W8 വേരിയന്റ് ആണ്. എത്ര കിലോമീറ്റർ ആണ് വാഹനം? 38,000 ഓടിയിട്ടുള്ളൂ. ഇത് 38,000 ഓടിയിട്ടുള്ളൂ. 2020 വണ്ടി. 2020 മോഡൽ വാഹനം, വെറും 38,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഡീസൽ വാഹനം. ഏതാണ് ഓപ്ഷൻ? W8 ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വേരിയന്റാണ്. പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, DRL കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ അലോയ് വീൽസ് കമ്പനിന് വരുന്നുണ്ട്. കീലെസ് എൻട്രി. ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാൽ ലക്ഷറി വാഹനം തന്നെ പറയാം അല്ലേ? പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കമ്പനി ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, എയർ ബാഗ് തുടങ്ങിയ സേഫ്റ്റി ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ളൊരു കിടിലം ബിൽഡ് ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ടയർ ഏകദേശം എത്ര ശതമാനം ഉണ്ട്? 38,000 ഓടിയ ടയർ. കമ്പനി ടയർ തന്നെയാണ്. അതെ. ഓക്കെ, വണ്ടി ഒന്ന് വാഷ് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലേ? നമ്മളൊരു പോളിഷും ഡീറ്റെയിലും കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നതല്ലേ? ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. അത് വാഷ് ചെയ്ത് പക്ക പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഡെലിവറി എടുക്കാം. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ്. മോഡൽ എത്രയായിരുന്നു? 2020 വണ്ടി. 20 മോഡൽ അല്ലേ? ഓക്കെ, എത്രയാണ് ആസ്കിന്? 9,95. 9,95,000. പുതിയ എത്ര റേറ്റ് വന്നിരുന്നു? ഇപ്പം 3X ആണ് ഇപ്പൊ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഡീസൽ വേരിയന്റ് അത്യാവശ്യം 14 മേളിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഓഫറാണ്. കാരണം എന്താ വെച്ചാൽ വെറും 39,000 കിലോമീറ്റർ മാത്രം ഡീസൽ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന റേറ്റ് കേട്ടോ. പിന്നെ 2 വർഷം വാറണ്ടി കിട്ടും. ഇപ്പൊ ഈ പറഞ്ഞ വണ്ടിക്കൊക്കെ 2 വർഷം വാറണ്ടി ഉള്ള വണ്ടിയാണ് കേട്ടോ. ഓക്കെ, ലോൺ എത്ര കിട്ടും? നമുക്കൊരു 1 ലക്ഷം ഉണ്ട്. വേറെ പ്രൊഫൈൽ ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. 1 ലക്ഷത്തിനുള്ളിൽ കാണുകയാണെങ്കിൽ ലോൺ ചെയ്യാൻ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് വാഗണർ പരിചയപ്പെടാം. എത്ര കിലോമീറ്റർ ഓടി ഉണ്ട്? 8,000 കിലോമീറ്റർ. മോഡലോ? 2022 ZXi Plus. ZXi Plus അല്ലേ? ഓക്കെ, ഇതിന്റെ ഒരു മോളിക്കുള്ള ഡുവൽ ടോണും മാത്രമേ ഉള്ളൂ. ഡബിൾ ടോൺ വരും, അത്രേ ഉള്ളൂ. അലോയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അലോയും കാര്യങ്ങളൊക്കെ കമ്പനി ഇൻബിൽഡ് വരുന്നുണ്ട്. ZXi Plus അല്ലേ? ZXi Plus ആയതുകൊണ്ട് റിയർ ഡീഫോഗർ കാണാൻ പറ്റും. റിയർ വൈപ്പർ, റിവേഴ്സ് ക്യാമറ ഒക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ റിവേഴ്സ് സെൻസർ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. റീപ്ലേസ്മെന്റ് എന്തുണ്ടോ വണ്ടിക്ക്? ഒന്നുമില്ല. ഒന്നുമില്ല. ഓക്കെ, കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഇന്ത്യയുടെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അഡീഷണൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. കമ്പനി ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, എയർ ബാഗ്, 4 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്ന വാഹനമാണ്. എത്ര ഇതിന് ആസ്ക് ചെയ്യുന്നത്? 6,48,000 രൂപ. ഓക്കെ, ഇതിന് എത്ര ലോൺ കിട്ടും? ഇത് നമുക്കൊരു 10,50,000 രൂപ ഡൗൺ ഉണ്ടെങ്കിൽ ഇറക്കാം. മാക്സിമം ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ നോക്കാം. എന്നാലും ഒരു 50,000 രൂപ മിനിമം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തു സുഖമായിട്ട് ഇറക്കാൻ പറ്റില്ലേ? ഓക്കെ, അടുത്ത നല്ലൊരു ക്രെറ്റ പരിചയപ്പെടാം. ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന വാഹനമാണ് ഹുണ്ടായിയുടെ ക്രെറ്റ. ഇത് മോഡൽ ഏതായിരുന്നു? ഇത് 2016 ക്രെറ്റ SX ആണ്. SX 1.5 വരുന്ന പെട്രോൾ എഞ്ചിൻ. ഓക്കെ, SX ആയതുകൊണ്ട് 4 നോർമൽ അലോയ് വീൽസ്, പിന്നെ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ പുറമേ കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ റിയറിലേക്ക് വരാണെങ്കിൽ ഡീഫോഗർ, റിയർ വൈപ്പർ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇത് അഡീഷണൽ ഒരു ക്യാരിയർ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് സെൻസറും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാൽ സീറ്റ് കവേഴ്സ് ഒക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ. ഓക്കെ, പിന്നെ കമ്പനി ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ. ഇതിനൊക്കെ ഏകദേശം എത്ര മൈലേജ് കിട്ടും നമുക്ക്? നമുക്കൊരു 13-14 എക്സ്പെക്ട് ചെയ്താൽ മതി അല്ലേ? ഓക്കെ, ഒരു ഫാമിലിക്കൊക്കെ സുഖമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ വാഹനമാണ്. അത്യാവശ്യം സേഫ്റ്റി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എത്ര ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ്? ഇത് 7,95. മോഡൽ എത്രയായിരുന്നു? 2016 ഓണർഷിപ്പ് സെക്കൻഡ് നമ്മളെ പേരിലോട്ട് ആക്കിയ വണ്ടിയാണ്. ഓക്കെ, 2 വർഷം വാറണ്ടി കിട്ടൂല? 2 വർഷം വാറണ്ടി. 7,90 അല്ലേ? 7,95. മാക്സിമം ലോൺ ചെയ്തൂടെ? അത്യാവശ്യം വലിയൊരു വാഹനം പരിചയപ്പെടാം. KUV TUV 3. മോഡൽ എത്രയായിരുന്നു? ഇത് 2019 വണ്ടി. 19 മോഡൽ. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും? 60,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വേരിയന്റ് ആണ്. ഡീസലിന് എത്ര മൈലേജ് കിട്ടീന്? ഇത് നമുക്കൊരു 16-17 കിട്ടുന്ന വണ്ടിയാണ്. മൈലേജ് പ്രതീക്ഷിക്കാം. ഓക്കെ, ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. തീർച്ചയായിട്ടും ഈ കൊല്ല സൈഡിലൊക്കെ അത്യാവശ്യം ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ കമ്പനി വരുന്നുണ്ട്. സിസ്റ്റം നിങ്ങൾക്ക് വേണ്ട എല്ലാ ബേസിക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വാഹനമാണ്. അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു വണ്ടി കേട്ടോ. എത്രയാണ് ആസ്ക് നമ്മൾ? ഇത് 6,45. 6,45,000 അല്ലേ? ലോൺ എത്ര കിട്ടും? നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ കിട്ടി കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമുക്കൊരു സാൻഡ്രോ പരിചയപ്പെടാം. ഇത് പുത്തൻ വണ്ടിയെ തോന്നുന്നുണ്ട് അല്ലേ? 2020 വണ്ടിയാണ്. 20 വണ്ടിയല്ലേ? എത്ര ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 50,000 കിലോമീറ്റർ. എത്ര? 50,000. ഒരു 50,000 ഓടിയിട്ടുണ്ട്. അതൊക്കെ കറക്റ്റ് സർവീസ് ഉണ്ടോ? പക്ക സർവീസ് ആണ്. ഹുണ്ടായുടെ തന്നെ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണല്ലേ? റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. മേജർ ആക്സിഡന്റോ മേജർ റീപ്ലേസ്മെന്റോ ഒന്നും വണ്ടിക്കകത്തില്ല. നമ്മൾ 2 വർഷം വാറന്റി കിടക്കുന്ന വണ്ടിയാണ്. ഓക്കെ, ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാൽ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സിസ്റ്റം തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്.
എത്രയാണ് ഇതിന് ആസ്കിങ് നമ്മൾ? ഇത് 4,45. 4,45,000 രൂപ. എത്ര ലോൺ കിട്ടും? മാക്സിമം ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഇതിന് ഫുൾ ലോൺ കിട്ടും. ഓക്കെ. അപ്പോൾ ഫുൾ ലോൺ തപ്പി നടക്കുന്ന ഈ വീഡിയോ ഒരു അവസരമായിരിക്കും അല്ലേ? ഫുൾ ലോൺ കിടക്കുന്ന ഒരുപാട് വാഹനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അടുത്തായിട്ട് പുതിയ സെലേറിയ പരിചയപ്പെടാം അല്ലേ? മാരുതിൻ്റെ പുതിയ വാഹനമാണ്. ഡീറ്റെയിൽ തന്നെയായിരുന്നു. ഇത് 2022 ZX ആണ്. 28,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വെറും 28,000 ഓടിയിട്ടുള്ളൂ. 2022 വണ്ടി. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല അല്ലേ? അത്യാവശ്യം ഏതാണ് ZX പ്ലസും കൂടി വരുന്നില്ലേ? പ്ലസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അലോയ് വീൽസും കാര്യങ്ങളൊക്കെ വരും. അലോയും വരും, ഇൻഫോർടൈൻമെന്റും വരും അല്ലേ? ഓക്കെ. അതാണ് മാറ്റം. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ കമ്പനി സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ AC, എയർ ബാഗ്, പവർ വിൻഡോ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉള്ള വണ്ടിയാണ്. സെലേറിയനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. എത്ര മൈലേജ് പ്രതീക്ഷിക്കാം നമുക്ക്? മൈലേജ് നമുക്കൊരു 18 കിട്ടുന്ന വണ്ടിയാണ്. 18 പ്രതീക്ഷിക്കാം അല്ലേ? എത്രയാണ് ആസ്കിങ് വണ്ടിക്ക്? ഇത് 5,95. അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം. മാരുതി തന്നെ വാറന്റി കിടക്കുന്ന വണ്ടിയാണ്. 5,95,000 രൂപ കൊടുക്കാം. മാരുതിയുടെ കമ്പനി വാറന്റി കിടക്കുന്ന വാഹനമല്ലേ? ഓക്കെ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് പുതിയൊരു വാഹനം പരിചയപ്പെടാം. ഗ്രാൻഡ് ആയിട്ടല്ലേ? ഗ്രാൻഡ് നിയോസ് ആണ്. 2021 വണ്ടി. 16,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. മാഗ്ന ഓപ്ഷൻ ആണ്. വെറും 16,000 ഓടിയിട്ടുള്ളൂ. മാഗ്ന ഓപ്ഷൻ അല്ലേ? അതെ. ഓക്കെ. എത്രാമത്തെ ഓണറാണ്? സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർ. അതെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസ്. പക്ക ഹ്യുണ്ടായുടെ സർവീസിൽ കിടക്കുന്ന വണ്ടിയാണ്. അതും കമ്പനി ടയർ അല്ലേ? അതെ. ഓക്കെ. ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാൽ ഹുണ്ടായിൻ്റെ വണ്ടിയല്ലേ? ഫീച്ചേഴ്സിൻ്റെ ബേസ് മോഡലിന് വരെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഹുണ്ടായി. അതിന് ഒട്ടും കുറവ് കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. എത്ര ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ്? 6,28,000. എത്ര ലോൺ കിട്ടും? ഫുൾ ലോൺ ആണെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ തന്നെ ഫുള്ള് സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ 2 വർഷം വാറണ്ടി കൊടുക്കാം. അതെ. ഇത് കമ്പനി വാറണ്ടി ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ നമ്മൾ 2 വർഷം വാറണ്ടി കിട്ടുന്നു. കമ്പനി വാറണ്ടി ഉണ്ടെങ്കിൽ അതുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വക 2 വർഷം വാറണ്ടി സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഓൾട്ടോ തപ്പി നടക്കുന്നവർക്ക് ഒരുപാട് ഓൾട്ടോ ഉണ്ട്. ഇതിന് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുത്താണ്. നമുക്ക് 2018 VX ആണ്. 65,000 കിലോമീറ്റർ. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. വിലഭാഗം വരുമ്പോഴത്തേനും 3,80,000 വരുന്നുള്ളൂ. 3 ലക്ഷം. അത് നെഗോഷ്യബിൾ അല്ലേ? അതെ. നമ്മൾ ഈ പറഞ്ഞ വാഹനത്തിന് എല്ലാ റേറ്റും നെഗോഷ്യബിൾ അല്ലേ? അതെ. അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം. ഇത് 2 വർഷം വാറന്റി ഉള്ള വണ്ടിയാണ്. ഇത് 2 വർഷം വാറന്റി ഉള്ള. ഓൾട്ടോക്കൊക്കെ 2 വർഷം വാറന്റി കൊടുക്കാന്ന് പറഞ്ഞാൽ അത്രയും ഇതാണ്. ഓക്കെ. പിന്നെ ഒരുപാട് പേര് ജനപ്രിയ വാഹനമാണ്. എത്ര കൊടുക്കാം നമുക്ക് ലാസ്റ്റ്? നമുക്ക് ജെന്യൂൻ കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ലോൺ കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ആൾട്ടോക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫുൾ ലോണിന്റെ ചാകര ആൾട്ടോ ഒരുപാടുണ്ട്. ഇത് മോഡൽ എത്രയായിരുന്നു? 2017 വണ്ടി. 17 വണ്ടി. ഇത് എത്രക്കാണ് നിങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞത്? ഇത് 2,95,000. എത്ര കിലോമീറ്റർ ആണ്? ഇത് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. കിലോമീറ്റർ എത്രയായിരുന്നു? ഇത് 65,000. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഒക്കെ സിംഗിൾ ഓണർ ആണോ? ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാൽ നല്ല സീക്കാറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രൈസ് നിങ്ങൾ ഓവറാന്നുകൊണ്ട് കമന്റ് ഇടേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ സിംഗിൾ ഓണർ ലോ കിലോമീറ്റർ വാഹനങ്ങളാണ്. അപ്പോൾ ക്വാളിറ്റി ഉള്ള വണ്ടിക്ക് അതിൻ്റെതായിട്ടുള്ള റേറ്റ് കൊടുക്കേണ്ടി വരും. 2 വർഷം വാറന്റി കൊടുക്കുന്നുണ്ട്. 2 വർഷം വാറന്റി ഉണ്ട്. അടുത്തായിട്ട് ഒരു പുതിയ ആൾട്ടോ അല്ലേ? അതെ. ഇത് 2019 വണ്ടിയാണ്. LXI. ഏകദേശം 45,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. നമ്മൾ 2 വർഷം വാറന്റി ഉള്ള വണ്ടിയാണ്. ഓക്കെ. 2 വർഷം വാറന്റി കൊടുക്കാം. 2 വർഷം വാറന്റി കൊടുക്കാം. ഫുൾ ലോൺ കയറും. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. എത്രയാണ് ആസ്ക് ചെയ്യണേ? 3,45,000 കേട്ടോ. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് എന്തെങ്കിലും ഒന്നുമില്ല. ക്വാളിറ്റി ആയിട്ട് കിടക്കുന്ന വണ്ടിയാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാൽ സീറ്ററൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 3,45,000 കൊടുക്കാം. ലോൺ ഫുള്ളും കയറ്റി കമ്പനി വാറന്റിയിൽ കൊടുക്കാൻ പറ്റിയ വാഹനമാണ് കേട്ടോ. റീപ്ലേസ് ഒന്നും ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റുന്ന കിടിലം വാഹനമാണ്. അപ്പോൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തു. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് കിഡ് പരിചയപ്പെടാം. ലേഡീസിന് അതുപോലെ തന്നെ ചെറിയ ഫാമിലി പർപ്പസിനൊക്കെ പറ്റിയ വാഹനമാണ് കേട്ടോ. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ തരുന്ന വണ്ടിയാണ്. ഡീറ്റെയിൽ തന്നെ വരുന്നത്. ഇത് 2019 മോഡൽ ക്യുഡാണ്. RXL 800 cc വരുന്ന വണ്ടിയാണ്. 800 cc അല്ലേ? അതെ. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. 2 വർഷം വാറന്റി ഉണ്ട്. കിലോമീറ്റർ 45,000. 2 വർഷം വാറന്റി കിടക്കുന്ന വണ്ടിയാണ് കേട്ടോ. മാക്സിമം ലോൺ കിട്ടൂലേ? ഫുൾ ലോൺ ചെയ്തു. എത്ര കൊടുക്കുക ലാസ്റ്റ്? ഇത് 3,15 ആണ്. അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ അടുത്തായിട്ട് നമുക്കൊരു റെഡിഗോ പരിചയപ്പെടാം. ഡീറ്റെയിൽ തന്നെ വരുന്നത്. ഇത് 2017 റെഡിഗോ. 48,000 കിലോമീറ്റർ 65,000 കിലോമീറ്റർ ആണ് വണ്ടി വന്നിരിക്കുന്നത്. ഓക്കെ. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ലല്ലോ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു വാഹനം കേട്ടോ. ഒന്ന് കഴുകി സെറ്റപ്പ് ആക്കണമെന്നുള്ളൂ. നമ്മൾ ഡീറ്റെയിലും ചെയ്തിട്ടായി കൊടുക്കാം. പോളിഷും കാര്യങ്ങളെല്ലാം ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ട് കൊടുക്കാം. എത്ര കൊടുക്കാം? ഇത് നമ്മുടെ 2,35 ആണ്. അതിനകത്ത് തന്നെ വാറന്റി തന്നെ ചെയ്ത് കൊടുക്കാം. വാറന്റി കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണും കയറ്റാൻ പറ്റും കേട്ടോ. ഓക്കെ. അപ്പോൾ അടുത്തായിട്ട് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നൊരു വാഹനമാണ് ഹുണ്ടായുടെ i20. അത് ഡീസലാ പെട്രോളാ? ഇത് പെട്രോള് 14 ആസ്തയാണ്. ഏകദേശം 1 ലക്ഷം കിലോമീറ്റർ അടുപ്പിച്ചാണ് വണ്ടി ഓടിയിരിക്കുന്നത്. ഓക്കെ.
സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർ. ഓക്കെ. 2014 ആസ്തയാണ്. ഈ വാഹനം ഫേസ് ലിഫ്റ്റ് ആണ്. 2014 അതെ. ഇത് ഫ്ലൂയിഡ് കഴിഞ്ഞിട്ട് വരുന്ന എലൈറ്റിലെ ഫസ്റ്റ് ഫേസ് ആണ്. എലൈറ്റിന്റെ ഫസ്റ്റ് ഫേസ് ആണ്. അതും ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ. VT പെട്രോളാണ് വരുന്നത്. റിവേഴ്സ് ക്യാമറ, സെൻസർ, ഡയമണ്ട് കട്ട് അലോയ് ഒക്കെ അന്ന് വരുന്നുണ്ട് അല്ലേ? ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ കമ്പനി സിസ്റ്റം, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, എയർ ബാഗ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. റിയർ AC വരെ വരുന്നുണ്ട് അല്ലേ? 4 ഡോർ പവർ വിൻഡോ, ഡീഫോഗർ, റിയർ വൈപ്പർ ഒക്കെ വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷനാണ്. എത്രയാണ് ആസ്ക് ചെയ്യുന്നത് നമ്മൾ? 495 അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം. 4,95,000 രൂപയാണ്. അതിന്റെ അകത്ത് തന്നെ നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റൂല. അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വാഗണർ ബേസ് ഓപ്ഷൻ ഉണ്ട്. ഇത് LX ആണ്. 2020 1 ലിറ്റർ LX ആണ്. 1 ലിറ്റർ LX ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. 40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡന്റോ റീപ്ലേസിനോ ഒന്നും വണ്ടി. ബേസ് ആയതുകൊണ്ട് ടയറിന് ഒരു സൈസ് കുറച്ച് കുറയില്ലേ? അതെ. എത്ര കിലോമീറ്റർ? 45,000 ഇല്ലേ? ഇപ്പോൾ പുത്തൻ ടയർ മാറ്റിയതാണോ അതോ? ഒരു സൈഡ് മാറ്റിയിട്ടുണ്ട്. ഒരു സൈഡ് ടയറും കാര്യങ്ങളും മാറ്റിയിട്ടുണ്ട്. ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഇന്റീരിയർ ആണ്. സിസ്റ്റം കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അല്ലേ? എയർ ബാഗ്, റിവേഴ്സ് ക്യാമറ, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്? 495. അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം. 2 വർഷം വാറന്റി ഉണ്ട്. 495 ചെയ്ത് കൊടുക്കാം. 2 വർഷം വാറണ്ടിയിൽ നമുക്ക് കൊടുക്കാം അല്ലേ? വാഹനം ചെയ്ത് കൊടുക്കാം. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ലാത്ത നല്ല അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു വാഹനമാണ്. ഓക്കെ. അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ കറന്റ് സ്റ്റോക്ക് ഉണ്ട്. ഇതിന്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടോ വണ്ടി? എസ് ക്രോസിന്റെ റേറ്റ് വന്നിട്ടില്ല. വണ്ടി ഇന്നലെ വന്നതേ ഉള്ളൂ. അല്ലേ? ഇപ്പോൾ 7 സീറ്റർ നോക്കുകയാണെങ്കിൽ സൈലുണ്ട്. പിന്നെ അതുപോലെ ഹെക്സിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നലെ വന്ന വണ്ടിയാണ് കേട്ടോ. പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് 4 കിടിലൻ അലോയ് വീൽസ് GTR പ്രോന്റെ അലോയിലൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതിപ്പോൾ വണ്ടി ഇന്നലെ വന്നുകൊണ്ട് റേറ്റ് ആവാത്ത. അതെ. 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2020 സീറ്റ വേരിയന്റ് ആണ്. റേറ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയി. സ്മാർട്ട് ഹൈബ്രിഡ് അല്ലേ? സ്മാർട്ട് ഹൈബ്രിഡ് വരുന്നത്. വെറും 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കിടിലൻ വാഹനമാണ്. പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോ. പിന്നെ നമുക്കിത് മഴയും വെയിലൊന്നും കൊള്ളാതെ ഡീസലിൽ ഏകദേശം 24 കിലോമീറ്റർ മൈലേജിന് വണ്ടി പരിചയപ്പെടുത്തി കൊടുക്കാം അല്ലേ? ഒരു ബൈക്കിന്റെ പ്രൈസ് ആവണുള്ളൂ. മഴയും വെയിലൊന്നും കൊള്ളാതെ അടിപൊളിയായിട്ട് AC ഒക്കെ ഇട്ട് ചില്ലായിട്ട് യാത്ര ചെയ്യാം. ഡീറ്റെയിൽ തന്നെ വണ്ടിന്റെ. ഇത് 2011 ഡീസൽ ഫിഗർ ആണ്. 1,40,000 രൂപ വില വരുന്നുള്ളൂ. വെറും 1,40,000 രൂപ. അതെ. സെക്കൻഡ് ഓണർഷിപ്പ്. 80,000 കിലോമീറ്റർ വണ്ടി ഓടി. വെറും 80,000 കിലോമീറ്റർ മാത്രം വാഹനം ഓടിയിട്ടുള്ളൂ കേട്ടോ. ആ ക്വാളിറ്റി നമുക്ക് എല്ലാ ഭാഗത്തും കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാലും അത്യാവശ്യം തിരക്കേടില്ലാത്ത ഇന്റീരിയർ ആണ്. നിങ്ങൾക്ക് വേണ്ട ഒരു ആവറേജ് ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പറഞ്ഞ റേറ്റിന് എന്തെങ്കിലും നെഗോഷ്യബിൾ ആയി ചെയ്ത് കൊടുക്കാം. ലോൺ കിട്ടും. ഇനി ലോൺ കിട്ടും. ഒരു 1-2 വർഷത്തേക്ക് ലോൺ കിട്ടും. മാക്സിമം റെഡി പേയ്മെന്റ് ആയിട്ട് തന്നെ എടുക്കാനേ ഞാൻ പറയും. അതാണ് കാരണം എന്താ വെച്ചാൽ മോഡൽ പറഞ്ഞ വണ്ടിക്ക് ബാങ്ക് ലോൺ കൊടുക്കില്ല. അത്ര പാടായിരിക്കും. അതെ. പക്ഷേ തിരക്കേടില്ലാത്തൊരു വണ്ടിയാണ്. 1,40,000 രൂപയ്ക്ക് അഫോർഡബിൾ ആയിട്ടുള്ള വാഹനമാണ് കേട്ടോ. അടുത്തായിട്ട് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ആവശ്യപ്പെടുന്നവർക്ക് നമ്മളത്തെ ഒരു കിഡ് ഉണ്ട്. അതും അത്യാവശ്യം തരക്കേടില്ലാത്ത മോഡൽ കൂടിയ വാഹനമല്ലേ? ഡീറ്റെയിൽ 2020 RXT ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് ഏകദേശം 35,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ. റീപ്ലേസ് ആക്സിഡന്റ് ഉണ്ടോ? ഒന്നുമില്ല അല്ലേ? അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട ടയറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഒന്ന് വാഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഒന്നും കണ്ടീഷനോ തോന്നുന്നു. വണ്ടി കയറിയതേ ഉള്ളൂ. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അത്യാവശ്യം ഫീച്ചേഴ്സ് ലോഡഡ് ആയിട്ടുള്ള വാഹനം കൂടിയാണ്. ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റ് ഒക്കെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ? പ്രീമിയം ലുക്കിൽ. ഓക്കെ. എത്ര കൊടുക്കാം? 65 പ്രൈസ് വരുന്നത്. അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം. 2 വർഷം വാറന്റി ഉള്ള 4,65,000 രൂപ കൊടുക്കാം. ഓട്ടോമാറ്റിക് വാഹനം. ഓക്കെ. മാക്സിമം ലോണും കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ 2 നെക്സോണും കാണാൻ സാധിക്കും. ഇതിന് റേറ്റ് ആയിട്ടില്ല അല്ലേ? എപ്പോൾ വന്നിട്ടുള്ളൂ അല്ലേ? ഡീസൽ പെട്രോളാ? ഇത് പെട്രോൾ ആണ്. 2022 വണ്ടി. 22 വണ്ടി അല്ലേ? അത് കിലോമീറ്റർ 19,000 കിലോമീറ്റർ. ഒരു 19,000 ഓടിയിട്ടുള്ളൂ. ആണ് വേരിയന്റ്. അപ്പോൾ നമുക്ക് അടുത്ത വേറെ നെക്സോൺ പരിചയം. ഡീസൽ പെട്രോളാ? ഇതും പെട്രോൾ ആണ്. 2018 XZ പ്ലസ് ആണ്. XZ പ്ലസ് അല്ലേ? അതെ. 40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വെറും 40,000. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർഷിപ്പ് നമ്മളെ പേരിലോട്ട് ആയതാണ്. റീപ്ലേസ് ആക്സിഡന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. വേറെ ആക്സിഡന്റോ റീപ്ലേസിനോ ഒന്നുമില്ല വണ്ടിക്കകത്ത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള തിരക്കേടില്ലാത്ത വാഹനമല്ലേ? ഇതിന് റേറ്റ് വന്നിട്ടുണ്ട് 6,95,000. നമ്മൾ 2 വർഷം വാറന്റി കിടക്കുന്ന വണ്ടിയാണ്. 6,95,000 രൂപ നെക്സോൺ. അതെ. ഓക്കെ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ഹൈ ക്വാളിറ്റി കിടക്കുന്ന വണ്ടിയാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണോ? അതെ. ടാറ്റയുടെ ഹിസ്റ്ററി അവൈലബിൾ ആണ്. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. കീലെസ് എൻട്രി തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു വാഹനമാണ് കേട്ടോ. ഈ റേറ്റിൽ അടിപൊളി വാഹനമാണ്. അതെ. അപ്പോൾ ഈ കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ വാഹനം തപ്പി നടക്കുന്നവർക്ക് നമുക്ക് ഒരു ഈക്കോ കാണിച്ചു കൊടുക്കാം അല്ലേ? ഇതിപ്പോൾ വന്ന കണ്ടീഷൻ അല്ലേ? വണ്ടി വന്നതേ ഉള്ളൂ. 2022 ഈക്കോ 5 സീറ്റർ AC ആണ്. വണ്ടി ലോ കിലോമീറ്റർ ആണ്. 30 താഴെ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ്. ഷോറൂം കണ്ടീഷൻ വാഹനല്ലേ? റേറ്റിംഗ് കാര്യങ്ങളായിട്ടുണ്ടോ? റേറ്റ് വന്നിട്ടില്ല. വന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ റേറ്റ് കാര്യങ്ങളൊക്കെ വന്നോളൂ അല്ലേ? ഓക്കെ.
അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഒരുപാട് വാഹനങ്ങളൊന്നും കാണിച്ചിട്ടില്ല, എന്നാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന വാഹനങ്ങൾ കാണിച്ചിട്ടുണ്ട്, പറ്റുന്ന അത്ര ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും കുറ്റം കുറവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ. പിന്നെ 2 വർഷം വാറണ്ടി കൊടുക്കുന്ന ഏക ഷോറൂം ആണെന്ന് പറഞ്ഞു. 1 വർഷം റോഡ് അസിസ്റ്റ് ഉണ്ട്. പിന്നെ നിങ്ങൾ വാഹനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഓതറൈസ്ഡ് ഷോറൂമിൽ കൊണ്ടുപോയി കാണിച്ച് 100% ഉറപ്പ് വരുത്തിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ. ചിലപ്പോൾ മറ്റുള്ള ഷോറൂമിനെ അപേക്ഷിച്ച് 10-20 കൂടുതലായിരിക്കും, എന്നാൽ ഇവർ എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തു തരും. കാരണം 2 വർഷം വാറണ്ടി കൊടുക്കുന്ന വാഹനങ്ങളാണ്, അതാണ്. പിന്നെ ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വാഹനങ്ങളാണ് കേട്ടോ. അപ്പൊ തൽക്കാലം ഇന്നത്തേക്ക് വിട പറയുകയാണ്. അടുത്തൊരു കിടുക്കാച്ച എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും ഗുഡ് ബൈ.